എക്സാലോജിക്കിനെതിരെ തൽക്കാലം കടുത്ത നടപടികൾ പാടില്ലെന്ന് കർണാടക ഹൈക്കോടതി. SFI അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ വിധി പറയും വരെ നടപടി പാടില്ല എന്നാണ് നിർദ്ദേശം. വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു. ആന്റണി, എന്താണ് ഹൈക്കോടതി ഉത്തരവിന്റെ പൂർണ്ണരൂപം? ഫിജി ഇപ്പോൾ വിധി എക്സാലോജിക്ക്, അതായത് SFIO അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. ഏതായാലും ആ ഹർജിയിൽ ഇപ്പോൾ വിധി പറയാൻ കോടതി മാറ്റിയിരിക്കുകയാണ്. അതിൽ ഈ വിധി പറയും വരെ എക്സാലോജിക്കിനെതിരെ കടുത്ത നടപടികൾ, അറസ്റ്റോ അതുപോലെയുള്ള കടുത്ത നടപടികളൊന്നും പാടില്ല എന്നുള്ളൊരു നിർദ്ദേശമാണ് SFIOയ്ക്ക് ഇപ്പോൾ കർണാടക ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. മറിച്ച് ഈ SFIO ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും അത് എക്സാലോജിക്ക് SFIക്ക് മുന്നിൽ ഹാജരാക്കണമെന്നൊരു നിർദ്ദേശവും കൂടി കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 2:30 കൂടിയാണ് ഈ ഹർജി കർണാടക ഹൈക്കോടതി പരിഗണിച്ചത്. വിശദമായ വാദം തന്നെ ഈ ഹർജിയിന്മേൽ നടക്കുകയും ചെയ്തു. അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറലാണ് SFIക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരാകുകയും ചെയ്തത്. ഏതായാലും ഈ വാദം മുന്നോട്ട് ഈ ഹർജിയിൽ പ്രധാനമായും എക്സാലോജിക്ക് മുന്നോട്ട് വെച്ച ഒരു വാദം എന്ന് പറയുന്നത് ഈ ROC അന്വേഷണം നടക്കുമ്പോൾ അതിനോട് സമാന്തരമായി തന്നെ SFIOയുടെ അന്വേഷണം പ്രഖ്യാപിച്ചത് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ളൊരു വാദമാണ്. അതായത് ഈ കമ്പനികാര്യ നിയമം 210 പ്രകാരമാണ് ROCയുടെ അന്വേഷണം നടക്കുന്നത്. അപ്പോൾ തന്നെ ആ നിയമത്തിന് കീഴിലുള്ള 212 വകുപ്പ് പ്രകാരം SFIOയുടെ അന്വേഷണം വരുമ്പോൾ അത് നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ് എക്സാലോജിക്ക് പ്രധാനമായും വാദിച്ചത്. പക്ഷേ ഇക്കാര്യത്തിൽ SFIOയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. അതായത് ഈ ROC അന്വേഷണം നടക്കുമ്പോൾ നടക്കുന്ന സാഹചര്യത്തിൽ SFIOയ്ക്ക് അന്വേഷണം കൈമാറിയാൽ സ്വാഭാവികമായും ഈ ROCയുടെ അന്വേഷണം അവിടെ ഇല്ലാതെയാകും. പകരം ഈ ROC നടത്തിയിരുന്ന അന്വേഷണവും കൂടി SFIOയിലേക്ക് കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരത്തിൽ ആ വാദം നിലനിൽക്കില്ല എന്നുള്ളൊരു കാര്യമാണ് SFIO ഈ ചൂണ്ടിക്കാണിച്ചതായാലും ഇപ്പോൾ കടുത്ത നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്നൊരു നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. അതേസമയം ഈ നൽകാത്ത സേവനത്തിന് CMRൽ നിന്ന് എക്സാലോജിക്ക് 1.72 കോടി രൂപ കൈപ്പറ്റി എന്നുള്ള കാര്യം ഈ SFIO കോടതിയെ അറിയിച്ചു. മാത്രമല്ല ഈ CMRലിന്റെ ഇടപാടുകളിൽ ചില ദുരൂഹതകളുണ്ട്. രാഷ്ട്രീയക്കാർക്കുൾപ്പെടെ 135 കോടിയോളം CMRൽ നൽകിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയതായും SFIO അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഹർജി വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. അതുവരെ മറ്റ് അറസ്റ്റ് പോലെയുള്ള കടുത്ത നടപടികളിലേക്ക് പോകണ്ട എന്നുള്ളൊരു നിർദ്ദേശം SFIOയ്ക്ക് നൽകുന്നു. അതേസമയം ഈ SFIO ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും അത് എക്സാലോജിക്ക് ഹാജരാക്കണമെന്നൊരു നിർദ്ദേശവും കൂടി ഇപ്പോൾ കർണാടക ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. ഫിജി. ശരി ആന്റണി, എക്സാലോജിക്കിനെതിരെ തൽക്കാലം കടുത്ത നടപടികൾ പാടില്ല എന്നാണ് കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്.